മദിരാശിയിൽ നിന്ന് ഒരു കത്ത്. പഞ്ചമേനോൻ ഊണു കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ നമ്പൂതിരിപ്പാട്ടിലെ കണ്ടുവോ എന്നറിയാൻ കുഞ്ഞിക്കുട്ടിയമ്മ ഇന്ദുലേഖയുടെ മാളികമേൽ പോയി. ചെല്ലുമ്പോൾ ഇന്ദുലേഖ ഒരു തൊപ്പി തുന്നിക്കൊണ്ട് ചാരുപടിയിലിരിക്കുന്നു. മുത്തശ്ശിയെ കണ്ട ഉടനെ എഴുന്നേറ്റ് അടുക്ക ചെന്നു. മുത്തശ്ശി ഇന്ദുലേഖയെ പിടിച്ചു മാറോട് ചേർത്ത് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നു, കുഞ്ഞിക്കുട്ടിയമ്മ, മകളെ, നിനക്കെല്ലാ ഭാഗ്യവും തികഞ്ഞു വന്ന് എഴുന്നള്ളത്ത് കണ്ടില്ലേ? ഇന്ദുലേഖ: എന്താണ്, ഇന്ന് അമ്പലത്തിൽ ഉത്സവമുണ്ടായിരുന്നുവോ? എന്നാൽ എന്തേ മുത്തശ്ശി എന്നെ വിളിക്കാഞ്ഞത്? ആന എത്ര ഉണ്ടായിരുന്നു? വാദ്യമൊന്നും കേട്ടില്ലല്ലോ. കുഞ്ഞിക്കുട്ടിയമ്മ: അമ്പലത്തിലെ എഴുന്നള്ളത്തല്ല, നമ്പൂതിരിപ്പാട്ടിലെ എഴുന്നള്ളത്ത്. ഇന്ദുലേഖ മുഖപ്രസാദം കേവലം വിട്ട് വലിയമ്മയുടെ ആലിംഗനത്തിൽ നിന്ന് വേറായി നിന്നിട്ട്: ഞാൻ കണ്ടില്ല. കുഞ്ഞിക്കുട്ടിയമ്മ: ഈ ഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നീ അറിഞ്ഞില്ലേ? ഇന്ദുലേഖ: എന്തു ഘോഷം? ഞാനൊന്നും കണ്ടില്ലല്ലോ. കുഞ്ഞിക്കുട്ടിയമ്മ: നീ മുകളിൽ വാതിലടച്ച് തുന്നക്കാരുടെ പണിയുമെടുത്ത് കാത്തിരുന്നാൽ കാണുമോ? നമ്പൂതിരിപ്പാട്ടിലെ കാണേണ്ടതാണ്. മഹാസുന്ദരൻ തന്നെ. ഉടുപ്പും കുപ്പായവും എല്ലാം പൊന്നുകൊണ്ട് കട്ടിയായിട്ടാണ്. എനിക്ക് 60 വയസ്സായി മകളെ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അമറയത്തിനു പോയിരിക്കുന്നു. കഴിഞ്ഞ ഉടനെ വരും. നിന്നെ കാണാൻ മുകളിൽ വരുമെന്ന് തോന്നുന്നു. ഇന്നാൾ ഇവിടെ വന്ന ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്പൂതിരിപ്പാട്ടിലെ മുമ്പിൽ ഇരിക്കാൻ കൂടി മടിക്കുന്നു. നമ്പൂതിരിപ്പാട്ടിലെ അവസ്ഥ പറഞ്ഞുകൂടാ. മനക്കൽ ആനച്ചങ്ങല കൂടി പൊന്നുകൊണ്ടാണത്രേ. ഇതിന്റെ മുകളിലൊക്കെ വെടിപ്പുണ്ടായിരിക്കണേ അദ്ദേഹം വരുമ്പോൾ. ഇന്ദുലേഖ: ഇതിന്റെ മുകളിൽ വെടിപ്പുകേട് ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തിനാണ് അദ്ദേഹം ഇതിന്റെ മുകളിൽ വരുന്നത്? എന്നെ കാണേണ്ട ആവശ്യം എന്താണ് അദ്ദേഹത്തിന്? കുഞ്ഞിക്കുട്ടിയമ്മ: അദ്ദേഹം മറ്റെന്താവശ്യത്തിനു നമ്മുടെ വീട്ടിൽ എഴുന്നള്ളുന്നു? എന്റെ മകളുടെ വർത്തമാനം കേട്ടിട്ടു വന്നതാണ്. മകളെ, വളരെ നന്നായിട്ടെല്ലാം സംസാരിക്കണേ. എന്റെ മകൾക്ക് വലിയ ഭർത്താവ് വന്നു കാണണമെന്ന് ഞാൻ എത്ര കാലമായി കൊതിച്ചിരിക്കുന്നു. ഇപ്പോഴ് എനിക്കത് സംഗതി വന്നു. ഇതുപോലെ ഇനി എന്റെ കുട്ടിക്കൊരു ഭാഗ്യം വരാനില്ല. പെണ്ണുങ്ങൾ നന്നായി തീർന്നാൽ അവരുടെ തറവാട് നന്നാക്കണം. നല്ല ഭർത്താവിനെ എടുക്കണം. പണം തന്നെയാണ് മകളെ കാര്യം. പണത്തിന് മീതെ ഒന്നുമില്ല. ഞാൻ കുട്ടിയിൽ കണ്ടാൽ നന്നായിരുന്നു. എത്രയോ സുന്ദരന്മാരായ ആണുങ്ങൾ എനിക്ക് സംബന്ധം തുടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്റെ അച്ഛനും അമ്മയും അതൊന്നും സമ്മതിച്ചില്ല. ഒടുവിൽ നിന്റെ വലിയച്ഛൻ എന്നെ കൊടുത്തു. ഞാനായിട്ട് നമ്മളുടെ വീട്ടിൽ 4 കാശ് സമ്പാദിച്ചു. നമ്മൾക്ക് സുഖമായി കഴിവാൻ മാത്രം സമ്പാദിച്ചു മകളെ. ലക്ഷ്മിക്കുട്ടിക്ക് ഭാഗ്യമില്ലാതെ പോയി. നിന്റെ അച്ഛൻ കുറെ കാലം കൂടി ഇരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വലിയ പണക്കാരായി പോയിരുന്നു. എന്തു ചെയ്യും? അതിനൊന്നും ഭാഗ്യമില്ല. നമ്മളെ തറവാട്ടിൽ പെൺകുട്ടികൾ എല്ലായ്പ്പോഴും നന്നായിട്ടേ തീരാറുള്ളൂ. എന്റെ മകളെപ്പോലെ ഇത്ര നന്നായിട്ട് ഇതുവരെ ആരും തീർന്നിട്ടില്ല. നിനക്കിപ്പോൾ വന്ന ഭർത്താവിനെ പോലെ നന്നായിട്ട് ഒരു ബന്ധവും ഇതുവരെ നമ്മളുടെ തറവാട്ടിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറഞ്ഞത്. ഇന്ദുലേഖ: അല്ല, നമ്പൂതിരിപ്പാട് എനിക്ക് സംബന്ധം തുടങ്ങിക്കഴിഞ്ഞുവോ? ഞാനിത് അറിഞ്ഞില്ലല്ലോ. കുഞ്ഞിക്കുട്ടിയമ്മ: ഇനി സംബന്ധം കഴിഞ്ഞ പോലെ തന്നെ. ഇത്ര വലിയ ആൾ ഇവിടെ ഇതിനായിട്ട് വന്നിട്ട് ഇനി സംബന്ധം കഴിയാതെ പോവുമോ? എന്താ, എന്റെ മകൾക്ക് ഭ്രാന്തുണ്ടോ? ഈ നമ്പൂതിരിപ്പാട് സംബന്ധം തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ആര് തുടങ്ങും? ഇന്ദുലേഖ: ശരി, മുത്തശ്ശി പറഞ്ഞതെല്ലാം ശരി. ഞാൻ കുറെ കിടന്നുറങ്ങട്ടെ. കുഞ്ഞിക്കുട്ടിയമ്മ: പകൽ ഉറങ്ങരുത് മകളെ. ഞാൻ ആ പച്ചക്കല്ല് താലിക്കൂട്ടവും കല്ലുവെച്ച തോടകളും എടുത്തുകൊണ്ട് വരട്ടെ. നമ്പൂതിരിപ്പാട് ഇതിന്റെ മുകളിൽ എഴുന്നള്ളുമ്പോൾ എന്റെ മകൾ അതെല്ലാം അണിഞ്ഞിട്ടു വേണോ അദ്ദേഹത്തെ കാണാൻ. ഞാൻ വേഗം എടുത്തുകൊണ്ട് വരാം. ഇന്ദുലേഖ: വേണ്ട, ഞാൻ യാതൊരു സാധനവും കെട്ടുകയില്ല. നിശ്ചയം തന്നെ. എനിക്ക് അസാരം ഉറങ്ങിയേ കഴിയുള്ളൂ. കുഞ്ഞിക്കുട്ടിയമ്മ: എന്റെ മകൾ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ശരി, എന്റെ മകൾക്ക് ആഭരണവും ഒന്നും വേണ്ട. നമ്പൂതിരിപ്പാട് വരുമ്പോൾ നല്ല സന്തോഷമായിട്ടെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല സ്നേഹം തോന്നിക്കണേ എന്നും പറഞ്ഞ് കുഞ്ഞിക്കുട്ടിയമ്മ താഴത്തേക്ക് ഇറങ്ങിപ്പോയ ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മ മുകളിലേക്ക് കയറി വന്നു. ഇന്ദുലേഖയും ലക്ഷ്മിക്കുട്ടിയമ്മയും അന്യോന്യം മുഖത്തു നോക്കി ചിരിച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ: നമ്പൂതിരിപ്പാട്ടിലെ വരവ് ബഹുഘോഷമായി. ആൾ മഹാവിഡ്ഢിയാണെന്ന് തോന്നുന്നു. ഇതിന്റെ മുകളിലേക്ക് വരവുണ്ടാവും. ഇന്ദുലേഖ: വരട്ടെ. ലക്ഷ്മിക്കുട്ടിയമ്മ: ബാന്ധവിക്കണമെന്ന് പറയും. ഇന്ദുലേഖ: ആരെ? ലക്ഷ്മിക്കുട്ടിയമ്മ: നിന്നെ. ഇന്ദുലേഖ: വന്നു കയറിയ ഉടനെയോ? ലക്ഷ്മിക്കുട്ടിയമ്മ ചിരിച്ചും കൊണ്ട്: ഒരു സമയം ഉടനെ തന്നെ പറയുമെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: അങ്ങനെ പറഞ്ഞാൽ അതിനുത്തരം എന്റെ ദാസി അമ്മു പറഞ്ഞോളൂ. ലക്ഷ്മിക്കുട്ടിയമ്മ: മാധവൻ കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാൽ നല്ല നേരം പോക്കായിരുന്നു. മാധവന് എന്ന ശബ്ദമാത്ര ശ്രവണത്തിൽ ഇന്ദുലേഖയുടെ മുഖത്ത് പ്രത്യക്ഷമായുണ്ടായ വികാരഭേദങ്ങളെ കണ്ടിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മ: ഓഹോ, എന്റെ കുട്ടി, നിന്റെ പ്രാണൻ ഇപ്പോൾ മദിരാശിയിൽ തന്നെയാണ്. സംശയമില്ല. നിനക്കിങ്ങനെ ഇരിക്കുന്നതിൽ മനസ്സിന് വളരെ സുഖക്കേടുണ്ടെന്ന് തോന്നുന്നു. ആട്ടെ, ദൈവം ഉടനെ എല്ലാം ഗുണമായി വരുത്തും. ഇന്ദുലേഖ:
മനസ്സിന് സുഖക്കേട് അധികമായിട്ടൊന്നുമില്ല. മദിരാശി വർത്തമാനമൊന്നും ഇല്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയമ്മ. ഗോവിന്ദൻകുട്ടി വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ദുലേഖ. ചെറുശ്ശേരി നമ്പൂതിരി വന്നിട്ടുണ്ടോ? ലക്ഷ്മിക്കുട്ടിയമ്മ. ഉണ്ട്, അദ്ദേഹവും ഉണ്ണാൻ പോയിരിക്കുന്നു. ഞാൻ പോണു. നമ്പൂതിരിപ്പാടുമായി യുദ്ധത്തിനൊരുങ്ങിക്കോളൂ എന്നു പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയമ്മ താഴത്തേക്ക് പോയി. ചെറുശ്ശേരി നമ്പൂതിരി വന്നിട്ടുണ്ടെന്ന് കേട്ടത് ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷമായി. തമ്മിൽ 5-6 ദിവസത്തെ പരിചയമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഇന്ദുലേഖയ്ക്കും മാധവനും ഈ നമ്പൂതിരി അതിസമർത്ഥനും രസികനുമാണെന്ന് ബോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ദുലേഖയ്ക്ക് അല്പം ഒരു സുഖക്കേടും തോന്നി. അന്ന് ചെറുശ്ശേരി നമ്പൂതിരി കണ്ടപ്പോൾ മാധവൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു. താനും മാധവനും തമ്മിലുണ്ടായി വരാൻ പോകുന്ന സ്ഥിതിയെ ഇദ്ദേഹം നല്ലവണ്ണം അറിഞ്ഞിട്ടും അതിൽ ഇദ്ദേഹം സന്തോഷിച്ചിട്ടുമുണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് അറിവുണ്ട്. ഈ നമ്പൂതിരിപ്പാട് ഇപ്പോൾ ഉദ്ദേശിച്ചുവെന്ന കാര്യവും ഇയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ പാടില്ല. ഇതിൽ നമ്പൂരിക്ക് തന്റെ മേലൊരു പുച്ഛം തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സുഖക്കേടുണ്ടായത്. നമ്പൂതിരിപ്പാട് ഉദ്ദേശിച്ചുവെന്ന കാര്യത്തിന്റെ തീർച്ചയിൽ ഈ പുച്ഛം തീരുമെന്ന് താൻ തന്നെ സമാധാനിച്ചിട്ട് അകായിൽ പോയി ഉറങ്ങാൻ ഭാവിച്ചു കിടന്നു. ഒരു 4-8 നിമിഷം കഴിഞ്ഞപ്പോൾ തന്റെ ദാസി അമ്മു ഒരു കടലാസും കയ്യിൽ പിടിച്ച് കയറി വരുന്നത് കണ്ടു. ഇന്ദുലേഖ. എന്താ അമ്മു അത്? അമ്മു. ഇത് എഴുത്താണ്, മദിരാശിയിൽ നിന്ന് വന്നതാണ്. കുട്ടൻമേനവൻ യജമാനൻ ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു എന്നു പറഞ്ഞ് എഴുത്ത് ഇന്ദുലേഖയുടെ വശം കൊടുത്തു. ഇന്ദുലേഖ കുറെ ഭ്രമത്തോടെ എഴുത്തു വാങ്ങി എഴുന്നീറ്റു വായിച്ചു. 2 എഴുത്തുകളുണ്ടായിരുന്നു. ഒന്ന് തുറന്നിരിക്കുന്നു, അതിന്റെ തർജ്ജമ താഴെ എഴുതുന്നു. കുട്ടൻ ഇവിടെ നിന്ന് പോയ ദിവസം രാത്രി 8 മണിക്ക് എന്നെ സെക്രട്ടേറിയറ്റിൽ നിശ്ചയിച്ചതായി ഗിൽഹം സാഹിബിന്റെ ഒരു കത്ത് കിട്ടി. ഞാൻ ഇന്ന് ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. കുട്ടനും മറ്റ് സുഖക്കേടൊന്നുമില്ലായിരിക്കും. ഞാൻ മറ്റന്നാളത്തെയോ നാളത്തെയോ വണ്ടിക്ക് ഒരാഴ്ച കൽപ്പനയെടുത്ത് അങ്ങോട്ട് വരും. ഇതിൽ അടക്കം ചെയ്ത എഴുത്തുകൾ അച്ഛനും മാധവിക്കും കൊടുപ്പാൻ അപേക്ഷ. ഇത് വായിച്ച ഉടനെ ഇന്ദുലേഖയ്ക്കുണ്ടായ ഒരു സന്തോഷം ഞാൻ എങ്ങനെ എഴുതി അറിയിക്കുന്നു. പ്രയാസം, സന്തോഷാശ്രു. താനേ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ തനിക്കുള്ള എഴുത്തു പൊളിച്ചു വായിച്ചു. ആ എഴുത്ത് ഞാൻ പരസ്യമാക്കാൻ വിചാരിക്കുന്നില്ല. ഇന്ദുലേഖ ആ എഴുത്തിനെ വായിച്ച ശേഷം ചില ഗോഷ്ഠി കാണിച്ചതും എഴുതണ്ട എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ആലോചിച്ചതിൽ ഇന്ദുലേഖയോടുള്ള ഇഷ്ടം നിമിത്തം കഥ ശരിയായി പറയാതിരിക്കുന്നത് വിഹിതമല്ലെന്ന് അഭിപ്രായപ്പെടുന്നതിനാൽ എഴുതാൻ തന്നെ നിശ്ചയിക്കുന്നു. മാധവന്റെ എഴുത്തു വായിച്ച ശേഷം എഴുത്തിനെ 2-4 പ്രാവശ്യം ഇന്ദുലേഖ ചുംബിച്ചു. താക്കോലെടുത്ത് എഴുത്തുപെട്ടി തുറന്ന് 2 കത്തുകളും അതിൽ വെച്ച് പൂട്ടി പുറത്തേക്ക് വന്നു. ഗോവിന്ദൻകുട്ടി മേനോൻ ചായ കുടിച്ചുവോ എന്നറിഞ്ഞു വരാൻ അമ്മുവെ പറഞ്ഞയച്ചു. അമ്മു ഗോവിന്ദൻകുട്ടി മേനോന്റെ അറയിൽ പോയി അന്വേഷിച്ചു. ചായ കുടിച്ചു എന്ന് ഗോവിന്ദൻകുട്ടി മേനോൻ മറുപടി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് ഇന്ദുലേഖയോട് പറ എന്നും പറഞ്ഞയച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ മാധവന് ഉദ്യോഗമായ വിവരം ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞു കേട്ട സന്തോഷത്തോടു കൂടി മുകളിലേക്ക് കയറി വന്ന് ഇന്ദുലേഖയെ കണ്ടു. മകളുടെ അപ്പോഴത്തെ ഒരു സന്തോഷം കണ്ടതിൽ തനിക്കും വളരെ സന്തോഷമായി. ലക്ഷ്മിക്കുട്ടിയമ്മ. ജയിച്ചു ഇല്ലേ? ഇന്ദുലേഖ. ഈശ്വരാധീനം, ഇത്ര വേഗം ഉദ്യോഗമായത്. ലക്ഷ്മിക്കുട്ടിയമ്മ. അപ്പോൾ ശപഥമോ? ഇന്ദുലേഖ. അതിരിക്കട്ടെ, ഞാൻ ഇനി ഉടനെ മദ്രാശിക്ക് പോവൂ അമ്മേ. അമ്മയ്ക്ക് വിരോധമില്ലല്ലോ? ലക്ഷ്മിക്കുട്ടിയമ്മ. എന്റെ മകൾ മാധവനോടൊപ്പം ഏത് ദിക്കിൽ പോയാലും എനിക്ക് വിരോധമില്ല. സാധുക്കളെ, നിങ്ങൾ 2 പേരും എത്ര ദിവസമായി കുഴങ്ങുന്നു. എങ്കിലും അച്ഛനൊരു മുഷിച്ചിലിനിടയാവുമല്ലോ എന്ന് ഒരു ഭയം. ഇന്ദുലേഖ. അതിലമ്മയ്ക്ക് വിഷാദം വേണ്ട. വലിയച്ഛൻ മഹാശുദ്ധനാണ്. എന്നെ ബഹുവാത്സല്യമാണ്. ഞാൻ കാൽക്കൽ വീണ് കരഞ്ഞാൽ എനിക്കു വേണ്ടി അദ്ദേഹം ഞാൻ ചെയ്യുന്ന ന്യായമായ അപേക്ഷയെ സ്വീകരിക്കാതെ ഇരിക്കുകയില്ല. എനിക്ക് അത് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധവന്റെ അമ്മ പാർവതിയമ്മ മുകളിലേക്ക് കയറി വന്നു. പാർവതിയമ്മ. എന്താ മകളെ, മാധവന് ഉദ്യോഗമായോ? ഇന്ദുലേഖ. ആയി എന്ന് എടുത്തു വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം, ഇത്ര വേഗം നല്ലൊരു ഉദ്യോഗമായല്ലോ. പാർവതിയമ്മ. മാധവൻ ഇനിയും മദിരാശിയിൽ തന്നെ പാർക്കണ്ടേ? അതുമാത്രം എനിക്ക് സങ്കടം. ഇന്ദുലേഖ. നിങ്ങൾക്കിനി മദിരാശിയിൽ പോയി താമസിക്കാമല്ലോ. പാർവതിയമ്മ. ഞാൻ തന്നെയോ? ഇന്ദുലേഖ. ഞാനും വരാം. പാർവതിയമ്മ. ഈശ്വരാ, അങ്ങനെയായാൽ നന്നായിരുന്നു. അപ്പോഴേക്ക് മാധവൻ വെറുതെ വല്യമാമനുമായി ശണ്ട ഉണ്ടാക്കി വെച്ചുവല്ലോ. ഇന്ദുലേഖ. ആട്ടെ, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? പാർവതിയമ്മ. ഈശ്വരാ, അങ്ങനെ ദൈവം സംഗതി വരുത്തട്ടെ. എന്നാൽ എന്റെ മകന് പിന്നെ ഒരു ഭാഗ്യവും വേണ്ട. അതിനപ്പോൾ ഈ വിഷമമുണ്ടല്ലോ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി മേനോൻ കയറി വരുന്നത് കണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മയും പാർവതിയമ്മയും താഴത്തിറങ്ങിപ്പോയി. ഇന്ദുലേഖയുടെ മുഖത്ത് പ്രത്യക്ഷമായി കണ്ട സന്തോഷത്തിൽ ഗോവിന്ദൻകുട്ടി മേനോനും വളരെ സന്തോഷമുണ്ടായി. അന്യോന്യം കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ ഗോവിന്ദൻകുട്ടി മേനോൻ. ഇന്ദുലേഖ മദിരാശിയിലേക്ക് പോവാനെല്ലാം ഒരുങ്ങിക്കോളൂ. മാധവൻ നാളെയോ മറ്റന്നാളോ പുറപ്പെടുമെന്ന് എഴുതി കണ്ടില്ലേ? ഇന്ദുലേഖ ഒന്നും പറയാതെ മുഖം താഴ്ത്തിക്കൊണ്ടും മുഖത്ത് ഇടയ്ക്കിടെ ചുവപ്പും വെളുപ്പുമായി വർണ്ണം മാറിക്കൊണ്ടും
സന്തോഷത്തിൽ മുങ്ങിയും പൊങ്ങിയും നിന്നു. എന്നാൽ ഗോവിന്ദൻകുട്ടി മേനോന് വളരെ സന്തോഷമുണ്ടായി. എങ്കിലും അച്ഛന്റെ ശപഥത്തെ ഓർത്ത് അല്പം കുണ്ഠിതവും ഉണ്ടായിരുന്നു. മാധവൻ പെണ്ണിനെയും കൊണ്ടു പോകുമെന്നുള്ളതിന് ഗോവിന്ദൻകുട്ടി മേനോന് ലേശവും സംശയമില്ല. അതുകൊണ്ട് ഇന്ദുലേഖയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻകുട്ടി മേനോന് ഒരു വ്യസനവും ഉണ്ടായില്ല. എന്നാൽ വൃദ്ധനായ തന്റെ അച്ഛനെ സമ്മതിപ്പിച്ചിട്ട് കാര്യം നടത്താഞ്ഞാൽ എന്തൊക്കെ വൈഷമ്യങ്ങൾ വരാം എന്നാലോചിച്ചിട്ടാണ് അല്പം കുണ്ഠിതമുണ്ടായത്. എന്നാൽ ഈ വക വ്യസനഭാവം അശേഷമെങ്കിലും മേനോന്റെ മുഖത്തോ വാക്കിലോ പുറപ്പെട്ടിട്ടില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ: നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ടല്ലോ, കേട്ടില്ലേ? ഇന്ദുലേഖ: കേട്ടു. ഗോവിന്ദൻകുട്ടി മേനോൻ: അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഉചിതമായിട്ടൊരു വാക്കു പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായി. ഇന്ദുലേഖ: എന്താ പറഞ്ഞത്? ഗോവിന്ദൻകുട്ടി മേനോൻ: ഈ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധം ഇന്ദുലേഖയ്ക്ക് മനസ്സുണ്ടെങ്കിൽ അല്ലാതെ നടത്തിപ്പാൻ താൻ ശ്രമിക്കയില്ലെന്നാണ്. ഇത് തീർച്ചയായി എന്നോടും കേശവൻ നമ്പൂതിരിയോടും പറഞ്ഞു. അതുകൊണ്ട് ഇന്ദുലേഖ ഇനി ഒട്ടും വ്യസനിക്കേണ്ട. ഇന്ദുലേഖ: അങ്ങനെയാണ് വലിയച്ഛന്റെ മനസ്സെങ്കിൽ ഇദ്ദേഹത്തെ കെട്ടിവലിപ്പിച്ചത് എന്തിന്? ഗോവിന്ദൻകുട്ടി മേനോൻ: അത് ഇന്ദുലേഖയ്ക്ക് അദ്ദേഹത്തെ കണ്ട ശേഷം മനസ്സുണ്ടാവുമോ എന്ന് പരീക്ഷിപ്പാനാണത്രേ എന്നും പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനോൻ തന്റെ മുറിയിലേക്ക് പോയി. കോണി ഇറങ്ങുമ്പോൾ മദിരാശിക്ക് എഴുത്തുണ്ടെങ്കിൽ പൂട്ടി താഴത്തേക്ക് അയക്കൂ, എന്റെ എഴുത്തിൽ വെച്ച് അയക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഇന്ദുലേഖയെ പരിഹസിക്കുന്നത് പ്രാണവേദനയാണ്. എന്നാലും കഥ ഞാൻ ഒട്ടും മറച്ചുവെക്കുന്നില്ല. ഇത്ര ബുദ്ധിയുള്ള ഇന്ദുലേഖ എന്തിനു വിഡ്ഢിത്തം കാണിച്ചു? ഞാൻ പറയാതിരിക്കില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ താഴത്തിറങ്ങിയ ഉടനെ ഇന്ദുലേഖ എഴുത്തുപെട്ടി തുറന്ന് കത്തെടുത്തു വായിച്ച് ക്രമപ്രകാരമുള്ള ഗോഷ്ഠി കാണിച്ച് കത്ത് പെട്ടിയിൽ വെച്ചു പൂട്ടി. അതിസന്തോഷത്തോടുകൂടി കിടക്കാനും ഇരിക്കാനും നിൽപ്പാനും ശക്തിയില്ലാതെ പ്രമോദസരത്തിൽ കൂടി ഒഴുകിക്കൊണ്ടു വശായി. ഗോവിന്ദൻകുട്ടി മേനോൻ മദിരാശിക്ക് എഴുത്തു തയ്യാറാക്കി മേശമേൽ വച്ച് മാധവന്റെ അച്ഛനെ കാണുവാനായി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അദ്ദേഹം പൂമുഖത്തിരിക്കുന്നു. ഗോവിന്ദൻകുട്ടി മേനോനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ഗോവിന്ദൻകുട്ടി മേനോൻ: ജ്യേഷ്ഠൻ നമ്പൂതിരിപ്പാട്ടിലെ വരവ് കണ്ടില്ലേ? ഗോവിന്ദൻകുട്ടി മേനോൻ സാധാരണയായി ഗോവിന്ദപ്പണിക്കരെ ജ്യേഷ്ഠൻ എന്നാണ് വിളിച്ചു വരാറ്. ഗോവിന്ദപ്പണിക്കർ: ഞാൻ കണ്ടില്ല. ഹമാലന്മാരുടെ മൂളലിന്റെ ഘോഷം കേട്ടു. ഞാൻ പൊൽപ്പായിക്കളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. തൽക്കാലം ഇവിടെ നിന്നാൽ തരക്കേടുണ്ട്. നിന്റെ അച്ഛൻ ഒരു സമയം എനിക്ക് ആളെ അയക്കും. പിന്നെ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധക്കാര്യം കൊണ്ട് ആലോചിപ്പാനും മറ്റും പറയും. എനിക്ക് ഈ ആവലാദികളൊന്നും കഴിയുകയില്ല. ഞാൻ ഇന്നും നാളെയും കളത്തിൽ താമസിച്ച് മറ്റന്നാളെ മടങ്ങി വരികയുള്ളൂ. ഗോവിന്ദൻകുട്ടി മേനോൻ: ഞാനും വരാം. എനിക്കും നമ്പൂതിരിപ്പാട്ടിലെ പ്രാകൃത്യങ്ങൾ കാണാൻ വയ്യ. ഞാനും വരാം. ഗോവിന്ദപ്പണിക്കർ: പോന്നോളൂ. വിവരം അച്ഛനെ അറിയിക്കണേ, അല്ലെങ്കിൽ പിന്നെ അതിനെന്റെ നേരെ കോപിക്കും. ഉടനെ ഗോവിന്ദൻകുട്ടി മേനോൻ വീട്ടിലേക്ക് ആളെ അയച്ച് തന്റെ ഉടുപ്പുകളും മറ്റും വരുത്തി ഗോവിന്ദപ്പണിക്കരോടുകൂടി പൊൽപ്പായിക്കളത്തിലേക്ക് പുറപ്പെട്ടു. തന്നെക്കുറിച്ച് ചോദിച്ചാൽ വിവരം അച്ഛനെ അറിയിപ്പാൻ ആളെ പറഞ്ഞേൽപ്പിച്ചു. ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനോനും പൊൽപ്പായിക്കളത്തിലേക്ക് പോകുകയും ചെയ്തു.